ഏവർക്കും നമസ്കാരം. ഇന്ന് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യത്തെ ആസ്പദമാക്കി വളരെ സമകാലീന പ്രസക്തമായ ഒരു ആശയം, ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ ആ ഭാഗം വായിക്കട്ടെ. യേശു പത്രോസിനോട്, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു പോകും. ഈ ഒരു പ്രസ്താവനയുടെ പശ്ചാത്തലം നമുക്ക് പരിചയമുള്ളതാണ്. ഗെത്സമനത്തോട്ടത്തിൽ യേശുവിനെ പിടിക്കുവാനായി സൈന്യം കടന്നു വരുമ്പോൾ ഗുരുവിനോടുള്ള സ്നേഹം കൊണ്ടും ചുമതലബോധം കൊണ്ടും പത്രോസ് തൻ്റെ കയ്യിലിരുന്ന വാൾ എടുത്ത് വെട്ടുകയും മഹാപുരോഹിതൻ്റെ ഭൃത്യൻ്റെ ഒരു ചെവി അറ്റുപോവുകയും ചെയ്തു. ആ സാഹചര്യത്തോടെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി വാളെടുത്ത തൻ്റെ പ്രഥമ ശിഷ്യനോട് യേശു പറയുന്ന വാക്കാവിത്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുക എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നാം ഇപ്പോൾ പതുക്കെ ഒരു പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നാം എത്രമാത്രം നിരാകരിച്ചാലും ഒരു രാഷ്ട്രീയ, സാംസ്കാരിക, മതപരമായ പ്രതിസന്ധി മതന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ തന്നെ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം കൂടുതൽ വഷളാകാനാണ് സാധ്യത. പലവിധമായ സംഭവങ്ങൾ അടുത്ത കാലത്ത് തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവയെ ഒന്നും ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം സമയം കൂടുതലെടുക്കും എന്നതുകൊണ്ട് തന്നെ. അവയൊക്കെയും നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ട് കാണും എന്നും ഞാൻ കരുതുകയാണ്. ഇവിടെ നാം വളരെ വ്യക്തമായി നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, പ്രതിസന്ധി വന്നാൽ എങ്ങനെയാണ് നാം അതിനെ അഭിമുഖീകരിക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്? നമുക്കറിയാം, ചരിത്രത്തിലുടനീളം മനുഷ്യജാതി പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പ്രതിസന്ധിയില്ലാതെ ഒരു ജനതയും ജീവിക്കുകയോ കാലങ്ങൾ കഴിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഏത് വിധത്തിൽ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ച് പ്രതിസന്ധിയിൽ കൂടെ ഒരു ജനത ഒന്നുകിൽ അവരുടെ തന്നെ വില ഇടിഞ്ഞ് വളരെ മോശമായ, പരിതാപകരമായ അവസ്ഥയിലേക്ക് ചെന്ന് പര്യവസാനിക്കുകയും, അല്ലെങ്കിൽ അതിൽ കൂടെ കൂടുതൽ കഴിവും മേന്മയും ഉള്ളവരായി പുറത്തു വന്നിട്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോയത് അവർക്ക് നന്നായിരുന്നു എന്ന് തോന്നത്തക്ക വിധത്തിൽ ഒരു നല്ല അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനും ഇടയായിട്ടുണ്ട്. നമുക്കറിയാം, യഹൂദ ജനം വളരെയധികം പ്രതിസന്ധി അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് അവർക്ക് അതുല്യമായ കഴിവുകൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അവർ എക്കാലത്തും എടുത്ത തന്ത്രങ്ങൾ ദൈവികമോ ആത്മീകമോ ആണ് എന്ന ഒരു വാദം എനിക്കില്ല. പക്ഷേ ഞാൻ ഒരു ഒബ്സർവേഷൻ എന്ന് മാത്രമായി ഞാനത് പറയുകയാണ്. പ്രതിസന്ധിയോട് നമുക്ക് 3 വിധത്തിൽ പ്രതികരിക്കാം. ഒന്ന്, ആയുധം കൊണ്ട് പ്രതികരിക്കാം. ഇവിടെ പത്രോസ് അതാണ് ചെയ്തത്. ആ ഒരു സമീപനം യേശു 100% തള്ളിക്കളയുകയാണ്. ആയുധത്തിൽ ആശ്രയിക്കരുത്, ബലപ്രയോഗത്തിൽ വിശ്വസിക്കരുത്, അക്രമാസക്തരാകരുത്. ബലപ്രയോഗത്തിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകും എന്ന വളരെ വ്യക്തമായ, യാതൊരു വിധത്തിലുള്ള സംശയമോ അല്ലെങ്കിൽ അൺസർട്ടൻറ്റിയോ ഇല്ലാതെ
വളരെ സ്പഷ്ടമായി ശക്തമായി യേശു എന്നേക്കുമായി പറയുകയാണ്, വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും. ഈ യാത്രയുടെ അവസാനം തികച്ചും നാശം മാത്രമായിരിക്കും. അപ്പോൾ അത് ഒരു പോസിബിലിറ്റി അല്ല, അത് ആർക്കും ഒരു പോസിബിലിറ്റി അല്ല, പ്രത്യേകിച്ച് വളരെ ചെറിയൊരു ന്യൂനപക്ഷമായ ക്രിസ്തീയ സമൂഹത്തിന് ഇതൊരു ഓപ്ഷനേ അല്ല എന്ന് നമുക്കറിയാം. രണ്ടാമത് ഒരു സമീപനം തന്ത്രപരമായ സമീപനമാണ്. അപ്പോൾ നാം ഒരു പ്രതിസന്ധിയിൽ പ്രവേശിക്കുന്നു. ആ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് മനുഷ്യരാണ്. അങ്ങനെ മനുഷ്യർ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്, ഒരു കൂട്ടം മറ്റൊരു കൂട്ടത്തിനെതിരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ആ ഒരു കൂട്ടത്തിന് മറ്റൊരു കൂട്ടത്തേക്കാൾ സംഖ്യാബലവും സാമ്പത്തിക ശേഷിയും രാഷ്ട്രീയമായ ബലവും ബലപ്രയോഗത്തിൻ്റെ ഫലമായിട്ടാണ്. മനുഷ്യൻ ബലത്തിൽ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കുന്നതിനേക്കാൾ ബലത്തിൽ വിശ്വസിക്കുമ്പോൾ മനുഷ്യൻ്റെ ശത്രുവായിത്തീരുന്നു. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന മർമ്മം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ കുശാഗ്ര ബുദ്ധിയോടെ ലൗകികമായ തന്ത്രങ്ങൾ പ്രയോഗിച്ച് നമ്മെ അടിക്കുവാൻ അല്ലെങ്കിൽ പ്രയാസത്തിലാക്കുവാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കുവാൻ വരുന്ന ആളുകളെ കെട്ടിപ്പിടിച്ചാൽ നമുക്ക് നമ്മെ തന്നെ സംരക്ഷിക്കാൻ കഴിയും. നമുക്കറിയാം, ഈ ബോക്സിംഗ് റിങ്ങിൽ നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് കാണും, സമൃദ്ധമായി ഇടിക്കുന്നൊരു മനുഷ്യൻ, സമൃദ്ധമായി ഇടികൊള്ളുന്ന വേറൊരു മനുഷ്യൻ. ആ ഇടികൊള്ളുന്ന തീരെ സഹിക്കാൻ വരുമ്പോൾ അയാൾ ഇടിക്കുന്ന ആളിനെ ഞാൻ കെട്ടിപ്പിടിക്കും. അപ്പോൾ ഒരാശ്വാസം കിട്ടും. അതുപോലെ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു തന്ത്രം ഇപ്പോൾ പ്രത്യേകിച്ച് മെത്രാന്മാർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. അത് വളരെ തകൃതി പിടിച്ച് ഹിന്ദുത്വ ക്യാമ്പിൽപ്പെട്ട ആളുകളെ കെട്ടിപ്പിടിക്കുന്നു, ആശ്ലേഷിക്കുന്നു, ഉമ്മ വെക്കുന്നു. പലരും അമ്പലത്തിൽ പോകുന്നു, ഞങ്ങളും ഹിന്ദുക്കളാണ് എന്ന് തെളിയിക്കാനായിട്ട് തത്രപ്പെടുന്നു. അതൊരു സ്ട്രാറ്റജിയാണ്, അല്ലാതെ മറ്റ് ഒരു കാരണവനത്തില്ല. ഒരു സ്ട്രാറ്റജി മാത്രമാണ്. ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. അങ്കലാപ്പിലാകുന്ന ആളുകൾ ബലപ്രയോഗം ചെയ്യാൻ കഴിവില്ലാതെ വരുമ്പോൾ പിന്നെ അവർക്ക് അവശേഷിക്കുന്ന ഒരേ ഒരു മാർഗം ഈ കൗശലത്തിൽ കൂടെ നമ്മെ ഭയപ്പെടുത്തുന്ന ആളുകളെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കും, നമുക്ക് വലിയ പ്രശ്നമില്ലാതെ അടിയൂരാം എന്ന ഒരു വളരെ പരിമിതമായൊരു കാഴ്ചപ്പാടിൽ മനുഷ്യൻ ആവിഷ്കരിക്കുന്ന സമീപനമാണ് ഈ കെട്ടിപ്പിടി പരിപാടി. ആശ്ലേഷിച്ച് രക്ഷപ്പെടുക. ഇടിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ആശ്ലേഷിക്കും. ഇതേ ഉള്ളൂ ഇന്നത്തെ പരിപാടി, വേറെ ഒന്നും ഇതിനകത്തില്ല. എന്നാൽ മൂന്നാമതൊരു സാധ്യതയുണ്ട്. അത് ആത്മീയമായ പ്രതികരണമാണ് എന്ന് വളരെ വ്യക്തമായും മനോഹരമായും പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പഴയ നിയമത്തിൽ അങ്ങനെയില്ല. പുതിയ നിയമത്തിൻ്റെ പ്രത്യേകമായൊരു ദർശനമാണ്. അതിനെപ്പറ്റി ഏറ്റവും സമഗ്രമായി പ്രതിപാദിക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. അങ്ങനെ പ്രതിപാദിക്കാൻ കാരണം തന്നെ പൗലോസ് അപ്പോസ്തലൻ യേശുവിൽ നിന്ന് പഠിച്ചത് കൊണ്ടാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം മുതൽ ഇത് വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. നാം പോരാടുന്നത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല, സഹജീവികളോടല്ല, പിന്നെ അന്ധകാര ശക്തികളോടാണ്. കറപ്ഷൻ ഇൻ ഹൈ പ്ലേസസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ഹൈ പ്ലേസ് എന്നല്ല, മെറ്റഫിസിക്കൽ തത്വങ്ങളോടാണ് അതിൻ്റെ അർത്ഥം. ജഡരക്തങ്ങളോടല്ല നാം യുദ്ധം ചെയ്യുന്നത്. ഇത് പ്രത്യേകമായി ധരിക്കുക. അപ്പോൾ ജഡരക്തങ്ങളോടാണ് യുദ്ധം ചെയ്യുന്നത് എങ്കിൽ ഭൗതികമായ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ അത് യേശു വിശ്വസിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓപ്ഷനേ അല്ല, അങ്ങനൊരു സാധ്യത പോലുമില്ല. പിന്നെ അവശേഷിക്കുന്നത് ഈ ആത്മീയമായ സമീപനമാണ്, കാഴ്ചപ്പാടാണ്. അപ്പോൾ അത് അല്പം മനസ്സിലാക്കാൻ നമുക്കൊരു അത്യാവശ്യമുണ്ട്. യേശു പഠിപ്പിക്കുന്നത്, യേശു പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിക്കണം, ശത്രുക്കളെ സ്നേഹിക്കുക. ഇതിൻ്റെ അർത്ഥം എന്താണ്? ആത്മീയമായി നോക്കുമ്പോൾ ലോകത്തിൽ ആരും ശത്രുക്കളല്ല. നാം എങ്ങനെയാണ് ഒരു വ്യക്തി നമ്മുടെ ശത്രുവാണോ അല്ലയോ എന്ന് തീരുമാനിക്കും.
ഭൗതികമായ പരിഗണനയിൽ കൂടെ മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ നോക്കിയാലും ശത്രുവാണ് എന്നെ കാണുന്നതെന്ന് പറയുന്നത് എനിക്ക് അവൻ്റെ രോഗമാണ് അതിൻ്റെ അർത്ഥം. ശത്രുവിനെ കണ്ടുപിടിക്കാനുള്ള പ്രത്യേക കഴിവുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരാണ് ഈ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവരുടെ ഏക കഴിവ് ശത്രുക്കളില്ലാത്തത്തിൽ ശത്രുക്കളെ കണ്ടുപിടിച്ച് കളയും. അതിപ്പോൾ നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ ഈ രോഗം വളരെ വളരെ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് മറ്റൊരു മതസമൂഹത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെന്ന് പറഞ്ഞാൽ കൊന്നുകളയും. ആ ഒരവസ്ഥ വരെ നമ്മളായിട്ടുണ്ട്. ഇതിൽ പതിയിരിക്കുന്ന അപകടം തിരിച്ചറിയുവാൻ ഏവരും ശ്രമിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആത്മീകമായി കാണുമ്പോൾ ലോകത്തിൽ ശത്രുക്കളില്ല എന്ന് പറയാൻ കാര്യം? അതിൻ്റെ തത്വം വെളിപ്പെടുത്താൻ എനിക്ക് കടമയുണ്ട്. നാം ഭൗതികമായി നോക്കുമ്പോൾ നമുക്കത്ര താല്പര്യമില്ലാത്ത ആളുകൾ, നമ്മുടെ ഇടയിലില്ലാത്ത, നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്ത ആളുകളെ നാം കാണുന്നത് അവരുടെ ഏറ്റവും വില കുറഞ്ഞ മോശമായ മാഹാത്മ്യമില്ലാത്ത വശങ്ങളെ ഊന്നിയിട്ടാണ്. അത് നമ്മുടെ സമൂഹത്തിൽ തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഏറ്റവും മഹനീയമായ വശങ്ങൾ മാത്രം പരിഗണിച്ച് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ സ്ത്രീയെ മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നാൽ അതേ സ്ത്രീയോട് സ്നേഹം മാറി അല്പം കോപമായി കഴിഞ്ഞാൽ നേരെ മറിച്ച് ആ വ്യക്തിയിലുള്ള ഏറ്റവും മോശമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വെച്ച് അവരെ അറിയുകയും അപ്രകാരം തന്നെ അവരെ അവരെ ചിത്രീകരിക്കുകയും അവരോട് പെരുമാറുകയും ചെയ്യും. ഇത് വളരെ പ്രാവർത്തികമായ സത്യമാണ്. ഇത് അനുഭവിച്ചറിയാത്ത ആരും ലോകത്തിലില്ല. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. ഇത് ഒരു രണ്ട് കൂട്ടങ്ങളുടെ പരസ്പര ബന്ധത്തിലും അന്വർത്ഥമാണ്. ഇപ്പോൾ നമുക്ക് ഒരു കൂട്ടത്തോട് താല്പര്യമുണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ കേരളത്തിൽ മതസൗഹാർദ്ദം ഒരു കാലത്ത് നന്നേ ശോഭിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പരസ്പര സഹകരണത്തിലും സന്തോഷത്തിലും കഴിഞ്ഞിരുന്നു. അപ്പോൾ നാം മറ്റുള്ളവരെ കണ്ടിരുന്നത് അവിടെ നന്മ അനുസരിച്ചാണ്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് നന്നേ ഓർമ്മയുണ്ട്, ആരെപ്പറ്റിയെങ്കിലും ഒരു അക്രൈസ്തവനെ പറ്റി നിഷേധാത്മകമായ ഒരു വാക്ക് എൻ്റെ വീട്ടിലാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. അവരെപ്പറ്റി നന്മ പറഞ്ഞാൽ ഇച്ചിരി വിഷമമാണ്. ക്രിസ്തുമതത്തിൻ്റെ ശത്രുവാണെന്ന് പറഞ്ഞേലേ. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ആത്മീയമായ അധപ്പതനത്തിൻ്റെ സൂചനയാണിത് എന്ന് ദയവായി തിരിച്ചറിയുക. അപ്പോൾ ഭൗതികമായ കണ്ണിൻ്റെയും ആത്മീയമായ കണ്ണിൻ്റെയും വ്യത്യാസം എന്താണ്? ഭൗതികമായ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ മറ്റുള്ളവരുടെ, നമ്മുടെ നന്മ എപ്പോഴും നമുക്ക് കാണാൻ കഴിയും. മറ്റുള്ളവരെ നാം കാണുന്നത് അവിടെ ഏറ്റവും മോശമായ വശങ്ങളിൽ കൂടെയാണ്. അതങ്ങനെ അവർ ശത്രുക്കളാണ് എന്നൊരു പ്രതീതി ഉണ്ടാകുന്നു. അപ്പോൾ അവർ ശത്രുക്കളായത് അവരുടെ പ്രശ്നം കൊണ്ടല്ല, നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഉറവ വറ്റിപ്പോയത് കൊണ്ടാണ്. ഇത് ക്രിസ്ത്യാനി ഇന്ന് മനസ്സിലാക്കുന്നില്ല. ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ് നമ്മുടെ കണ്ണടഞ്ഞു പോയത്? എന്തുകൊണ്ടാണ് ആത്മീയമായി നമ്മുടെ കണ്ണടഞ്ഞു പോയത്? നാം വളരെ വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ടതാണ്. ഇല്ലാത്ത ശത്രുക്കളെ കണ്ടുപിടിക്കാൻ നമുക്കിന്ന് വലിയ കണ്ണുകളുണ്ട്. എന്നാൽ മനുഷ്യനുള്ള നന്മ കാണുവാൻ അതിൻ്റെ എൻ്റേതിൻ്റെ അനുഭവം ഞാൻ അറിയിക്കുമ്പോൾ പലരും എന്നോട് കോപിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടൊരു വ്യക്തിയോട് എനിക്ക് ഇന്ന നല്ല അനുഭവമുണ്ടായി. ഇപ്പോൾ എം.എൻ. കാരശ്ശേരിയെ പോലെ ഒരു വ്യക്തി, അദ്ദേഹം വസ്തുതകളെ കാണുന്ന വിധത്തെപ്പറ്റി എനിക്ക് ബഹുമാനമുണ്ട് എന്ന് പറയുമ്പോൾ മുസ്ലിമാണല്ലോ, അങ്ങനെ പറയാമോ എന്ന് വരെ തോന്നത്തക്കവണ്ണം നാം അധപ്പതിച്ചു പോയി. നമ്മുടെ ആത്മാവിൽ കറപുരണ്ടു പോയി. മറ്റുള്ളവരെ പറ്റി നന്മ പറയുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് പോയി. അവരുടെ നന്മ തിരിച്ചറിയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കണ്ണടഞ്ഞു പോയി. എന്ന് മാത്രവുമല്ല, ഈ രോഗം ക്രിസ്തീയ സമൂഹത്തിൽ പരത്തുന്നതാണ് തങ്ങളുടെ ഏറ്റവും വലിയ കടമ എന്ന് വിശ്വസിക്കുന്ന ബിഷപ്പന്മാരും പാദ്രിമാരും കർത്താക്കന്മാരും നമുക്കുണ്ട് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്ന് ജനം തിരിച്ചറിയുന്നില്ല. മനഃപൂർവ്വം കള്ളം പറയുക,
അതുകൊണ്ട് ഞാൻ പറഞ്ഞ ശത്രുക്കളില്ലാത്തിടത്ത് ശത്രുക്കളെ സൃഷ്ടിക്കാനായിട്ട് പ്രത്യേകമായ കഴിവുള്ള ആളുകൾ അവർ ഉത്തരവാദിത്തമുള്ള സ്ഥാനത്തായിരിക്കുമ്പോൾ ആ സമൂഹത്തിന് വരാവുന്ന അധപ്പതനവും അപകടവും എത്ര വലുതാണെന്ന് ദയവായി തിരിച്ചറിയാം. ഇപ്പോൾ നാം ആത്മീയമായി അല്പമെങ്കിലും ഉള്ളിൽ വെളിച്ചമുള്ളവരാണെങ്കിൽ എന്തു ചെയ്യും? ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഒരു സമൂഹത്തെ കാണുമ്പോൾ, അല്ലെങ്കിൽ കാണണമെങ്കിൽ ഭൗതികമായ വിധത്തിലല്ല നാം കാണേണ്ടത്. ആ വ്യക്തിയിൽ ഏത് കുറ്റം കണ്ടുപിടിക്കാം, ആ വ്യക്തിയിൽ ഏത് ന്യൂനതയുണ്ട്, ആ വ്യക്തിയെ എങ്ങനെ താറടിക്കാം, ആ വ്യക്തിയെ എങ്ങനെ അപമാനിക്കാം, ആ വ്യക്തിയെ എങ്ങനെ കൊച്ചാക്കാം എന്നതല്ല നമ്മുടെ ശ്രദ്ധ ആർജിക്കേണ്ടത്. ആത്യന്തികമായി നാം പുസ്തകത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എത്ര വിശ്വസിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. നാം വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു ദൈവമേ ഉള്ളൂ. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ്. എല്ലാവരും ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും സഹോദരീ സഹോദരങ്ങളാണ്. സാഹോദര്യം എന്ന് പറയുന്നൊരാശയം ഫ്രഞ്ച് വിപ്ലവം മുൻപോട്ട് വെച്ചു എന്ന് നമുക്കറിയാം. സമത്വം, ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ സാഹോദര്യത്തെ ലോകത്തിലാരും സ്വീകരിക്കുന്നില്ല. പ്രശസ്തനായ ജൂവിഷ് ഫിലോസഫറായിരുന്ന മാർട്ടിൻ ബ്യൂബർ, BUBER, മാർട്ടിൻ ബ്യൂബർ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നു. അദ്ദേഹം പറയുന്നു, ഫ്രഞ്ച് വിപ്ലവം 3 ആദർശങ്ങളെ എടുത്തു കാട്ടി: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം അമേരിക്കയിൽ പോയി അവിടെ അത് വ്യക്തിപരമായ ഒരു അനാർക്കി ഉണ്ടാക്കി. ഇറ്റ് ബിക്കെയിം ലൈസൻസ്, അത് പതിച്ചു പോയി. സമത്വം ഈസ്റ്റേൺ യൂറോപ്പിൽ പോയി, അവിടെ കമ്മ്യൂണിസമൊക്കെ ഉണ്ടായി, ഒരു ഫേസ്ലെസ് കളക്ടിവിറ്റിയെ ഉണ്ടാക്കി മനുഷ്യനത് പതിച്ചു. എന്നാൽ സാഹോദര്യത്തെ ആർക്കും വേണ്ടായിരുന്നു, ആരും അതിനെ സ്വീകരിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ അർത്ഥമുണ്ട്. ഇന്ന് ഭാരത രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ആദർശമാണ് സാഹോദര്യം. കേരളത്തിൻ്റെ മണ്ണിൽ നിന്നൊരു വലിയ വെളിച്ചമുദിച്ചു ശ്രീനാരായണ ഗുരു. അദ്ദേഹം സാഹോദര്യത്തെയാണ് ഏറ്റവും കൂടുതൽ എടുത്തു പിടിച്ചത്. ഇത് സാഹോദര്യത്തിൻ്റെ മണ്ണായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു, അല്ലേ? അതിനു മുൻപ് യേശു അത് വളരെ ശക്തമായിട്ട് പറഞ്ഞു, സാഹോദര്യം. അതിനെ ആസ്പദമാക്കിയാണല്ലോ വിക്ടർ ഹ്യൂഗോയുടെ ലേ മിസറാബിൾ എന്ന നോവൽ. ബിഷപ്പ്, ആദരണീയനായ ബിഷപ്പ്, തൻ്റെ കാൻഡിൽ സ്റ്റിക്ക് മോഷ്ടിച്ച ആ മനുഷ്യൻ അവനെൻ്റെ സഹോദരനാണ് എന്ന് പറയുമ്പോൾ അത് ആത്മീയമായ ഒരു പ്രതികരണമാണ്, ദർശനമാണ്. അതാണ് ആത്മീയമായ കണ്ണ്. അത് പ്രാപിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പാപ്പരത്ത്. ആ കണ്ണ് തുറക്കാത്ത നേതാക്കന്മാരാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളെ നയിക്കുന്നത് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നാം ദുഃഖിക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നാം ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ പോകുകയാണ്, യാതൊരു സംശയമില്ല. വരാൻ പോകുന്ന കൊടുങ്കാറ്റ് അത് നിരാകരിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. പക്ഷേ നാം ചെയ്യേണ്ടത്, നമുക്ക് അല്പമെങ്കിലും ബുദ്ധി അവശേഷിക്കുന്നുവെങ്കിൽ ആ ഒരു സാഹചര്യത്തെ ആത്മീയമായി കൈകാര്യം ചെയ്യുവാൻ നമ്മെ തന്നെ എങ്ങനെ സജ്ജീകരിക്കണം എന്ന ചിന്തയാണ് ഈ കാലങ്ങളിൽ നമ്മെ ഭരിക്കേണ്ടത്. ആ ദിശയിലേക്കാണ് നാം വളരേണ്ടത് എന്ന് ഏവരോടും അറിയിക്കുക എന്നതാണ് എൻ്റെ കടമ. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നാം ആത്മീയമായി മറ്റുള്ളവരോട് പ്രതികരിക്കുമ്പോൾ 2 സാധ്യതകൾ, 2 സമീപനങ്ങളുള്ള വ്യത്യാസം നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, നമുക്കെതിരെ വരുന്ന എതിരാളി എന്ന ലോകത്തിൻ്റെ കണ്ണിൽ കൂടെ തോന്നിയേക്കാവുന്നൊരു വ്യക്തി, ആ വ്യക്തി അവനെ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ ആത്മീയമായി ഉണർവ് പ്രാപിച്ച, ആത്മീയ കണ്ണ് തുറന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്പം ചരിത്രബോധമുള്ളതുകൊണ്ടും യേശുവിൻ്റെ ആദർശങ്ങൾ ചരിത്രത്തിൽ എപ്രകാരമാണ് ഇരിക്കുന്നത് എന്നത് അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചതുകൊണ്ടും എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ലോകത്തിൽ അക്രമം ചെയ്യുകയും സഹജീവികളെ അവരുടെ വിലയിടിക്കുകയും
അവരെ അപമാനിക്കുകയും അവരുടെ സ്വാതന്ത്ര്യം നിരാകരിക്കുകയും കഴിയുമെങ്കിൽ അവരെ സംഹരിക്കുകയും കുറഞ്ഞപക്ഷം ഇവിടുന്ന് അടിച്ചോടിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി പോലും, ഒരു കൂട്ടം പോലും, അവർ അവരെ തന്നെ അറിയുന്നവരല്ല. ഞാൻ ആരാണ് എന്നതിനെപ്പറ്റി നേരിയ ബോധമെങ്കിലുമുള്ളവർ ഒരിക്കലും അത് അഭികാമ്യമായ ഒരു ലക്ഷ്യമായി കരുതുകയില്ല. ഇപ്പം നാം ഹിന്ദുമതം തന്നെ എടുത്താൽ അതിൻ്റെ ആത്മീയമായ ദർശനം എത്രയോ ഔന്നത്യമുള്ളതാണ്. വസുധൈവ കുടുംബകം, ഈ ഭൂമിയെല്ലാം, ഈ സൃഷ്ടി മുഴുവൻ ഒരു കുടുംബമാണ്, ഞാനതിൻ്റെ ഒരു അംഗമാണ്. പിന്നെ എങ്ങനെയാണ് ശത്രുത്വം ഉണ്ടാകുന്നത്? അല്പം വ്യത്യാസമുള്ള ആളുകൾ, അവർക്ക് ഞങ്ങളുടെ മധ്യേ വസിക്കാൻ അവകാശമില്ല എന്ന ഒരു നിഗമനത്തിൽ എങ്ങനെയാണ് എത്തിച്ചേരാൻ കഴിയുന്നത്? അഹം ബ്രഹ്മാസ്മി, തത്വമസി, ഇതെല്ലാം ഒരു വലിയ യാഥാർത്ഥ്യത്തിൻ്റെ അഭേദ്യമായ അംഗങ്ങളാണ്. നീയും ഞാനും, ദൈവവും നീയും, അതുകൊണ്ട് നീയും ഞാനും. ഇതാണ് ആത്മീയമായ ദർശനം. അപ്പം അതുകൊണ്ട് ആ ഒരു ദർശനത്തെ 100% ഒന്നിൽ മറന്നു കളഞ്ഞ് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളയുന്നൊരു വ്യക്തിക്ക് മാത്രമേ തങ്ങളെക്കാൾ അല്പം വ്യത്യാസമുണ്ട് എന്ന് തോന്നുന്ന ആളുകളെ ഇവിടുന്ന് അടിച്ചോടിക്കണം എന്ന് തോന്നിക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ തങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നറിയാൻ വയ്യാത്തവരാണ്, ബോധമില്ലാത്തവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആത്മീയമായ ഒരു പ്രതികരണം ക്രിസ്തു സമൂഹത്തിൽ നിന്നുണ്ടായാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം അല്ലെങ്കിൽ ലക്ഷ്യം എന്തായിരിക്കണം? ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നാം അതിനോട് എങ്ങനെ പ്രതികരിക്കണം? അവർ ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന അവരുടെ ആ സ്വഭാവത്തെ കേന്ദ്രീകരിച്ചല്ല, അവർ മറന്നുപോയ അവരുടെ തന്നെ ഏറ്റവും പരിശുദ്ധവും മേന്മേറിയവുമായ ഒരു അംശമുണ്ട്. അവിടെ യഥാർത്ഥ സ്വത്വം, റിയൽ സെൽഫ്, അതിനെ അവരെ ഓർമ്മിപ്പിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ നാം പ്രതികരിക്കണം. അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നോട് വിശദീകരിക്കട്ടെ. അപ്പോൾ ആരെങ്കിലും എന്നോട് അപമര്യാദയായിട്ട് പെരുമാറി, അപ്പം ഞാൻ അവനോട് അതുപോലെ തന്നെ ഒരു പല്ലിന് പകരം പല്ല് എന്നാ പിടിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൻ ഏത് നീചമായ അവസ്ഥയിൽ എന്നോട് ഇപ്രകാരം അപമര്യാദയായി പെരുമാറിയോ അതിൽ അവൻ കൂടുതൽ വേരൂന്നും. അവൻ ഒരു പടി മുൻപോട്ട് പോയിട്ട് അതിനേക്കാൾ കൂടുതൽ എന്നെ അവലപിക്കും. അപ്പോൾ ഞാനും കുറച്ചുകൂടെ അങ്ങോട്ട് കടുപ്പിച്ച് പറയും. ഇത് മരണത്തിൻ്റെ വഴിയാണ്. എന്നാൽ അതേസമയം അങ്ങനെ എന്നെ അപലപിക്കുമ്പോൾ ഞാൻ കാണേണ്ടത് ആ തുറന്നു വെച്ച വാ മാത്രമല്ല, ഞാൻ കേൾക്കേണ്ടത് ആ വായിൽ നിന്ന് ബഹിർഗമിക്കുന്ന അഴുക്ക് വാക്കുകൾ മാത്രമല്ല. ഞാൻ കാണേണ്ടത് അപൂർണ വ്യക്തിത്വത്തെയാണ്. ആ വ്യക്തിത്വത്തിൽ ഒരു നല്ല മനുഷ്യൻ, നല്ലതാകാൻ സാധ്യതയുള്ളൊരു മനുഷ്യൻ മറഞ്ഞിരിപ്പുണ്ട്. ആ വ്യക്തിത്വത്തോടാണ് ആ വ്യക്തിത്വത്തിൻ്റെ ആകെത്തുകയോടാണ് ഞാൻ ബന്ധം പുലർത്തേണ്ടത്. പലപ്പോഴും ഇങ്ങനെയുള്ള സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ നാം വ്യക്തികളെ അവരുടെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ പരാജയപ്പെടുന്നു. ഞാൻ സോറൻ കീർക്കെഗാഡിൽ കൂടെ പഠിച്ച ഒരു ചെറിയ കാര്യം ഇവിടെ പ്രസക്തമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. സോറൻ കീർക്കെഗാഡ് പറയുന്നത്, ഒരു വ്യക്തി പോലും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആകെത്തുക ഒരു പ്രവൃത്തിയിൽ കൂടെ ഒരു കാലത്തും പ്രകടിപ്പിക്കുകയില്ല. നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്ന ബൃഹത്തായ പ്രതിഭാസത്തിൻ്റെ ഓരോ ചെറിയ ചെറിയ അംശം മാത്രമേ പ്രകടിപ്പിക്കുന്നുള്ളൂ. പക്ഷേ നാം സാധാരണ കാണിക്കുന്ന വലിയ അബദ്ധം എന്താണ്? ഒരു വ്യക്തിയെ അവൻ്റെ ഒരു പ്രവൃത്തിയോട് സമമാക്കുക. ഒരു വ്യക്തിയെ അവൻ ഒരു കാര്യം ചെയ്തു, അവൻ അത് മാത്രമാണ്, വേറെ ഒന്നുമില്ല. ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വേശ്യ വൃത്തിയിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ പല ബൈബിളിൽ നിന്ന് അതിപ്പോൾ ഒഴിവാക്കപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ അടുത്ത് അവളെ കൊണ്ടുവരികയാണ്, നീ അവളെ കുറ്റം വിധിക്കണം. യേശു എപ്രകാരമാണ് പ്രതികരിക്കുന്നത്? എന്തുകൊണ്ടാണ് യേശു പറയുന്നത്? നീ പോയി പുതിയൊരു ജീവിതം ആരംഭിക്കാൻ പറയുന്നത്, ഇനിമേൽ പാപം ചെയ്യരുത്. പരീശന്മാർ നോക്കുമ്പോൾ നിന്നെപ്പറ്റി, നിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആകത്തുക
നീ ഇപ്രകാരം ധാർമ്മികമായി അനാശാസ്യമായി അത് ചെയ്തു. നീ ഒരു വ്യക്തിയല്ല, നീ ഒരു അവയവം മാത്രമാണ്. ഞാനോ നിന്നെ കാണുന്നത് ഒരു വ്യക്തിയായിട്ടാണ്. ആ സാധ്യത കാണുവാൻ പരീശന്മാർക്ക് സാധ്യമല്ല. അവർക്ക് അതിനുള്ള കണ്ണില്ല. അതുകൊണ്ട് അവർ കാണുന്ന ഏക പോംവഴി കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലുക. ആ വ്യക്തിക്ക് തന്നെ ഒരു പുതിയ ജീവിതം, ഒരു പുതിയ ആരംഭം നൽകാൻ ആത്മീയമായ കാഴ്ചപ്പാടും അധികാരമുള്ളത് യേശു മാത്രമാണ്. അതാണ് ക്രിസ്തു മതത്തിൻ്റെ പ്രത്യേകത. പക്ഷേ അത് അറിയാൻ മേയാത്ത ആളുകൾ ഈ മതത്തിൻ്റെ ചുക്കാനും പിടിച്ചുകൊണ്ട് അതിൻ്റെ യൂണിഫോം ഇട്ട് അതിൻ്റെ കസേരയിൽ കയറിയിരുന്ന് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നാം ആരോടും എപ്പോഴും പ്രതികരിച്ചാൽ ദാറ്റ് മസ്റ്റ് ബി എ റിഡംറ്റീവ് റെസ്പോൺസ്. ഉദാഹരണമായിട്ട് യേശു പറഞ്ഞു, ആരെങ്കിലും നിങ്ങൾ ഒരു ചീട്ടത്തടിച്ചാൽ മറ്റേ ചീടൂടെ കാണിച്ചു കൊടുക്കുക. എൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ചീടിന് വിലയില്ലെന്നാണ് എൻ്റെ അർത്ഥം. എൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: മനുഷ്യത്വമുള്ള ഒരുത്തൻ നിന്നെ അങ്ങനെ അടിക്കത്തില്ല. നിന്നെ അടിക്കുന്നത് നല്ല കാര്യമാണെന്ന് ചിന്തിക്കണമെങ്കിൽ അവനെ തന്നെ മറന്നിട്ടാണ് ചിന്തിക്കുന്നത്. അവൻ്റെ മനുഷ്യത്വം താൽക്കാലികമായി അവൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ നീ അവനോട് എങ്ങനെ പ്രതികരിക്കണം? നിനക്ക് നീ മറന്നു കളഞ്ഞ, താൽക്കാലികമായി ഉപേക്ഷിച്ച് കളഞ്ഞ നിൻ്റെ മനുഷ്യത്വത്തെ നീ ഓർക്കണം. അതിനെ സഹായിക്കുന്ന വിധത്തിൽ ഞാൻ പ്രതികരിക്കണം. അപ്പോൾ മറ്റേ ചേട്ടോട് കാണിച്ചു കൊടുത്താൽ അവന് മനസ്സിലാകും, അയ്യോ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ആ ഒരു ഉദ്ദേശമാണ്. എന്നാൽ മനുഷ്യൻ തീരെ അങ്ങ് അധപ്പതിച്ച് കഴിയുമ്പോൾ അവൻ വിചാരിക്കുക, നല്ല ലാക്ക ഒരു പൊട്ടിയുടെ കൊടുക്കുക എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ടില്ലെന്ന് പറയുന്നില്ല. നമ്മൾ ആത്മീയമായ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഒന്നിനും ഒരു 100% ഗ്യാരണ്ടിയില്ല. നമുക്ക് വിശ്വാസത്തിൽ മാത്രമേ ഒരു ചുവട് വെക്കാൻ സാധ്യമാകുകയുള്ളൂ. ഏതായാലും വിഷയത്തിൽ അവിടെ യേശുവിൻ്റെ വാക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ, വാള് ഒന്നിൻ്റെയും ഒരു പ്രതിവിധിയല്ല. കയ്യൂക്കുകൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല. എന്നാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യാൻ സമർത്ഥമായ, പര്യാപ്തമായ വിധമുണ്ട്. അത് ആത്മീയമായ വിധമാണ്. ആ വിധത്തിൽ നാം പ്രതികരിക്കുമ്പോൾ പ്രതിസന്ധി നമ്മുടെ വളർച്ചയുടെയും നമ്മുടെ വ്യക്തിത്വ മാഹാത്മ്യത്തിൻ്റെ ആധികാരികമായ പ്രകടനത്തിൻ്റെയും സാഹചര്യമായി മാറുന്നു. അതാണ് ആത്യന്തികമായ ആത്മീയ ധാർമ്മികമായ വിജയം. മറ്റെല്ലാം പരാജയമാണ്. ആരെങ്കിലും നിങ്ങളെ ആക്രമിക്കാൻ വന്ന് നിങ്ങൾ അയാളെ കൊന്നു കഴിഞ്ഞാൽ അത് ഒരു വിജയമല്ല. നിൻ്റെ വിജയം നിൻ്റെ പരാജയമാണ്. ആജീവനാന്തം ആ രക്തം നിൻ്റെ മനസാക്ഷിയിലിരിക്കും. അതുകൊണ്ട് നിൻ്റെ പ്രശ്നം അവസാനിക്കുന്നില്ല. ആജീവനാന്തം മറ്റൊരു പ്രശ്നത്തിലേക്ക് നീ കടന്നു പോകുകയാണ്. എന്നാൽ അതേസമയം തന്നെ അവനോട് പ്രതികരിക്കുന്ന വിധത്തിൽ ആത്മീയമായ വെളിച്ചമുള്ളത് കൊണ്ട് അവൻ്റെ വ്യക്തിത്വത്തിലുള്ള നല്ല സാധ്യതകളെ തിരിച്ചറിഞ്ഞ് ഒരു പുതിയ ജീവിതത്തിൻ്റെ ആരംഭത്തിലേക്ക് അവൻ പ്രവേശിച്ചാലോ? അപ്പോൾ പലപ്പോഴും പറയുമോ അതൊന്നും സാധിക്കത്തില്ല. പക്ഷേ നമ്മത് പരീക്ഷിച്ച് നോക്കിയിട്ടല്ല നാം അത് പറയുന്നത്. ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുമെന്നുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. ആത്മീയമായ പ്രതികരണത്തിന് പല സാഹചര്യങ്ങളെയും അത്ഭുതകരമായി രൂപാന്തരപ്പെടുത്തുവാൻ വഴിയുണ്ട്, സാധ്യതയുണ്ട്, ശക്തിയുണ്ട്. ആ ഒരു ദർശനം പ്രാപിക്കുക, അത് വ്യക്തമായി മനസ്സിലാക്കുക, അതിൽ വേരൂന്നുക എന്നതാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷെ ദുർഭാഗ്യവശാൽ ആ ഒരു ദിശയിലേക്ക് ഈ വിശ്വാസ സമൂഹത്തെ വഴി നടത്തുവാൻ തക്ക ആത്മീയ പ്രബുദ്ധതയുള്ള ഒരു നേതൃത്വം സഭയുടെ തലത്തിൽ ഇന്ന് കേരളത്തിൽ ഒട്ടുമേയില്ല എന്നത് നമ്മുടെ ഏറ്റവും വലിയ പരാധീനതയാണ്. അതുകൊണ്ട് ശരിയായ മാർഗദർശനം മെത്രാന്മാരിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും കിട്ടും എന്നുള്ള ഈ ഒരു പ്രത്യാശ മാറ്റിവെച്ചിട്ട് ഓരോ വിശ്വാസിയും യേശുവിൽ നിന്ന് ബുദ്ധി പഠിച്ച് അവർ എപ്രകാരം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യണം, ആത്മീകമായ വിധത്തിൽ ആത്മീക പോര് നടത്തണം, അതിൻ്റെ ഫലമായി
ഈ സംസ്ഥാനവും ഇവിടെയുള്ള എല്ലാവരും മെച്ചപ്പെടണം, ഒരു പുതിയ മനുഷ്യത്വത്തിൻ്റെ വെളിച്ചം ഇവിടെ പ്രകാശിക്കണം എന്ന അന്വേഷണത്തിൽ മുതിർന്നു വരണം എന്നാണ് അപേക്ഷിക്കാനുള്ളത്. അങ്ങനെയൊരു ദർശനം നമ്മുടെ ഈ യൂട്യൂബ് സംഗമത്തിലുണ്ട് എന്നത് നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും എന്ന പ്രതീക്ഷയാണ്. ഇതിൽ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നന്ദി വീണ്ടും ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും.